ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ മൈക്രോ മൂന്നാമത്തെ ചാപ്റ്റർ, അതായത് പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് എന്നുള്ള ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് ലോങ് റൺ കോസ്റ്റ് എന്നുള്ളത്. ഈ ചാപ്റ്റർ ഒരു എളുപ്പമുള്ള, നമ്മുടെ മൈക്രോ എക്കണോമിക്സിലുള്ള ഏറ്റവും എളുപ്പമുള്ള ചാപ്റ്ററാണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ വരും, പഠിക്കണം. ഈ ലോങ് റൺ കോസ്റ്റ് എന്നുള്ള ഭാഗമാണ് ഞാനിന്ന് എടുക്കാൻ പോകുന്നത്. ഇതിന്ന് അങ്ങനെ അത്ര കാര്യമായിട്ടുള്ള ചോദ്യങ്ങളൊന്നും വരാറില്ല. ഒരു 3 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും എക്സ്പെക്റ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതിൽ ലോങ് റൺ കോസ്റ്റ് എന്നുള്ളതാണ് ഞാൻ ഇന്ന് നോട്ട്സ് തരുന്നത്. അതിൽ പറയുന്ന ഫസ്റ്റ് പോയിന്റ്, ഇൻ ദ ലോങ് റൺ all inputs are variable. There are no fixed costs. The total cost and total variable cost therefore coincide in the long run. The long run average cost is defined as the cost per unit of output. That is, LRAC is equal to total cost by quantity of output. ഇതാണ് ലോങ് റൺ ഫസ്റ്റ് പോയിന്റ് ആണ്. എല്ലാ ഇൻപുട്ടും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലോങ് റണ്ണിൽ എല്ലാ ഇൻപുട്ടും എല്ലാ ഘടകങ്ങളുടെയും അളവ് വർദ്ധിപ്പിച്ചുകൊണ്ട് ഉൽപ്പാദകന് ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ലോങ് റണ്ണിൽ ഫിക്സ്ഡ് കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞുള്ള വേർതിരിവില്ല. എല്ലാം എന്താണ്? വേരിയബിൾ കോസ്റ്റാണ്. അവിടെ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് തന്നെ ആണ്. എന്ത് ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞാലും ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ഒന്ന് തന്നെയാണ്. അവിടെ ഫിക്സ്ഡ് കോസ്റ്റ് ഇല്ല. അപ്പോൾ ലോങ് റണ്ണിൽ ആവറേജ് കോസ്റ്റ്, ലോങ് റൺ ആവറേജ് കോസ്റ്റ് LRAC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട്. അപ്പം അതിൻ്റെ ഇക്വേഷൻ എന്താണ്? LRAC is equal to TC, ടോട്ടൽ കോസ്റ്റ് ബൈ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട്. എത്ര ഔട്ട്പുട്ട് ഉണ്ട്, ആ ഔട്ട്പുട്ടിൻ്റെ യൂണിറ്റ് കൊണ്ട് ടോട്ടൽ കോസ്റ്റിനെ ഡിവൈഡ് ചെയ്യുക. ഇനി ലോങ് റൺ മാർജിനൽ കോസ്റ്റ്, LRMC is the change in total cost per unit of change in output. When output changes in discrete units, then if we increase production from Q1 minus 1 to Q1 units of output, the marginal cost of producing Q1th unit will be measured as LRMC is equal to TC at Q1 units minus TC at Q1 minus 1 units. ഇത് നമ്മൾ ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ് പറഞ്ഞ പോലെ തന്നെയാണ്. ഒരു അഡീഷണൽ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വരുന്ന ചെലവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലോങ് റൺ മാർജിനൽ കോസ്റ്റ് എന്നും പറയുന്നത്. ഇപ്പോൾ ലോങ് റൺ മാർജിനൽ കോസ്റ്റ് 10ാമത്തെ യൂണിറ്റിൻ്റെ ലോങ് റൺ മാർജിനൽ കോസ്റ്റ് കാണണമെങ്കിൽ 10ാമത്തെ യൂണിറ്റിൻ്റെ ടോട്ടൽ കോസ്റ്റിൽ നിന്നും 9ാമത്തെ യൂണിറ്റിൻ്റെ ടോട്ടൽ കോസ്റ്റ് മൈനസ് ചെയ്യണം. അതാണ് ആ ഇക്വേഷൻ്റെ അർത്ഥം. ഓക്കെ, ഇനി LRAC കേവും LRMC കേവും വരച്ച് കാണിച്ചു തന്നിരിക്കുകയാണ്. എക്സ് ആക്സിസിൽ ഔട്ട്പുട്ട് ഉണ്ട്, വൈ ആക്സിസിൽ കോസ്റ്റ് ഉണ്ട്. LRAC കേവ് കണ്ടോ, കുറച്ച് പരന്നിട്ടാണ്, നമ്മുടെ SACനേക്കാളും കുറച്ചും കൂടി പരന്നിട്ടാണ്, ഒരു സോസറിൻ്റെ ഷേപ്പിലായിട്ടാണ് LRAC കേവ് ഉണ്ടാവുക. അതുപോലെ തന്നെ LRMC കേവും എന്താണ്, കുറച്ച് പരന്നിട്ടാണ്. LRACയുടെ മിനിമം പോയിന്റിലൂടെയാണ് LRMC കട്ട് ചെയ്ത് പോകുന്നത്. Q1 എന്ന പോയിന്റിലാണ് LRAC അതിൻ്റെ ഏറ്റവും മിനിമം ആവുന്നത്. ആ LRAC താഴ്ന്നുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ LRMC എന്താണ്, അതിൻ്റെ താഴെയാണ് നിൽക്കുന്നത്. ഒന്നും കൂടി പറയാം, ഇതിൽ ഫസ്റ്റ് പോയിന്റ് ആണ്. LRAC കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ LRMC അതിൻ്റെ താഴെയാണ് നിൽക്കുന്നത്. LRAC കൂടാൻ തുടങ്ങുമ്പോൾ LRMC അതിൻ്റെ മുകളിലേക്ക് പോകും. Q1 എന്ന പോയിന്റിലേക്ക് LRACയുടെ ഏറ്റവും മിനിമം പോയിന്റിൽ LRMC അതിനെ കട്ട് ചെയ്യുന്നു. ഇതാണ് ഈ കേർവ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഇനി അതിൻ്റെ നമ്മൾ ആ ഷേപ്പ് ഒന്ന് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാണ്. ഷേപ്പ് ഓഫ് LRAC കേർവ്. Now let us see the implications of returns to scale for the shape of LRAC curve. IRS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ. ഈ ലോങ് റണ്ണിൽ നമ്മൾ നേരത്തെ പഠിച്ചപ്പോൾ പറഞ്ഞു, ലോങ് റണ്ണിൽ നമുക്ക് പ്രൊഡക്ഷൻ ഫംഗ്ഷന് 3 സ്റ്റേജസ് ആണ് ഉണ്ടാവുക. ഒന്ന് ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ, ഒന്ന് കോൺസ്റ്റൻറ്റ് റിട്ടേൺസ് ടു സ്കെയിൽ, പിന്നുള്ളത് ഡിക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ. IRS, CRS, DRS.
IRS. അപ്പോൾ IRSൻ്റെ സമയത്ത് IRS implies that if we increase all the inputs by a certain proportion, output increases by more than that proportion. In other words, to increase output by a certain proportion, inputs need to be increased by less than that proportion. With the input prices given, cost also increases by lesser proportion. For example, suppose we want to double the output. To do that, inputs need to be increased but less than double. The cost that the firm incurs to hire these inputs therefore also need to be increased by less than double. ഇത് ഈ സെൻറ്റൻസസ് നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിലുള്ള സെൻറ്റൻസ് ആണ്. നിങ്ങൾ അത്രയൊന്നും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് അത് പഠിക്കേണ്ട ആവശ്യമില്ല. IRS എന്ന് പറഞ്ഞാൽ ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിലാണ്. അപ്പോൾ ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഒരു 20% ഔട്ട്പുട്ട് വർദ്ധിപ്പിക്കണമെങ്കിൽ ഇൻപുട്ടിൻ്റെ അളവ് 20% വർദ്ധിപ്പിക്കേണ്ട, അതിനേക്കാൾ കുറച്ച് വർദ്ധിപ്പിച്ചാൽ മതി. കോസ്റ്റും കുറവായിരിക്കും, കോസ്റ്റും കുറച്ച് വർദ്ധിപ്പിച്ചാൽ മതി. അതാണ് ഈ സെൻറ്റൻസുകളിൽ ഇവിടെ പറയുന്നത്. അതുകൊണ്ടാണ് ലോങ് റൺ ആവറേജ് കോസ്റ്റ് ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ ഉള്ള സമയത്ത് LRAC എന്തായി വരും? കുറഞ്ഞു വരും. വാട്ട് ഈസ് ഹാപ്പനിങ് ടു ദ ആവറേജ് കോസ്റ്റ് ഹിയർ? It must be the case that as long as IRS operates, average cost falls as the firm increases output. ഒരു ഫേം IRS എന്ന സ്റ്റേജിലാണെങ്കിൽ അതിൻ്റെ ലോങ് റൺ ആവറേജ് കോസ്റ്റ് എന്തായി വരിക ചെയ്യുക? ഫേം ഔട്ട്പുട്ടിൻ്റെ അളവ് കൂട്ടും തോറും LRAC കുറഞ്ഞ് വരികയാണ് ചെയ്യുക IRS ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ. ഇനി DRS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. DRS implies that if we want to increase the output by a certain proportion, inputs need to be increased by more than that proportion. As a result, cost also increases by more than that proportion. So as long as DRS operates, the average cost must be rising as the firm increases output. DRS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫേമിന് 20% ഔട്ട്പുട്ട് വർദ്ധിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻപുട്ടിൻ്റെ അളവ് 20%-ൽ കൂടുതൽ വർദ്ധിപ്പിക്കേണ്ടി വരുന്നു. അതിനെയാണ് നമ്മൾ ഡിക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അങ്ങനെയുള്ള സമയത്ത് നമ്മുടെ LRACക്ക് എന്ത് സംഭവിക്കും? ലോങ് റൺ ആവറേജ് കോസ്റ്റ് എന്തായി പോവും? കൂടാൻ തുടങ്ങും. ഒരു ഫേം DRSലാണെങ്കിൽ LRAC എന്താവും? LRAC മുകളിലേക്ക് പൊങ്ങിപ്പോവും, കൂടാൻ തുടങ്ങും. CRS എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഇംപ്ലൈസ് എ പ്രൊപ്പോർഷണൽ ഇൻക്രീസ് ഇൻ ഇൻപുട്സ് resulting in a proportional increase in output. So the average cost remain constant as long as CRS operates. CRS എന്ന് പറഞ്ഞാൽ എന്താ? 20% ഔട്ട്പുട്ട് വർദ്ധിപ്പിക്കണമെങ്കിൽ ഇൻപുട്ടും എത്ര തന്നെ വർദ്ധിപ്പിച്ചാൽ മതി? 20% തന്നെ വർദ്ധിപ്പിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മുടെ CRS ഓപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ ആവറേജ് കോസ്റ്റ് എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിട്ട് അതിൻ്റെ ഏറ്റവും അടിഭാഗം, നമ്മുടെ LRAC കർവിൻ്റെ ഏറ്റവും അടിഭാഗം ഇങ്ങനെ ഏകദേശം ഫ്ലാറ്റ് ആയിട്ട് നിൽക്കുന്ന ഭാഗം, അതാണ് CRS ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ആർഗ്യൂഡ് ദാറ്റ് ഇൻ എ ടിപ്പിക്കൽ ഫേം IRS ഈസ് ഒബ്സർവ്ഡ് അറ്റ് ദ ഇനീഷ്യൽ ലെവൽ ഓഫ് പ്രൊഡക്ഷൻ. ദിസ് ഈസ് ദെൻ ഫോളോഡ് ബൈ ദ CRS ആൻഡ് ദെൻ ബൈ ദ DRS. Accordingly, the LRAC curve is a U-shaped curve. It is downward sloping part corresponds to IRS and upward rising part corresponds to DRS. At the minimum point of the LRAC curve, CRS is observed. അപ്പോൾ നമ്മളൊരു U-shape ഉള്ള LRAC കർവിൽ ആ താഴേക്ക് LRAC താഴ്ന്നു വരുന്ന ഭാഗം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഫേമിന് IRS ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ ആണെന്ന് സൂചിപ്പിക്കുന്നു. ഉയർന്നു പോകുന്ന ഭാഗം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഫേമിന് ഡിക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ ആണെന്നാണ് സൂചിപ്പിക്കുന്നത്. അതിൻ്റെ രണ്ടിനും നടുവിലുള്ള മധ്യഭാഗം, ആ താഴ്ന്നിരിക്കുന്ന ഭാഗം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? CRSനെയാണ് സൂചിപ്പിക്കുന്നത്. മിനിമം പോയിന്റ് ഓഫ് LRAC എന്തിനെ സൂചിപ്പിക്കുന്നു? CRSനെ സൂചിപ്പിക്കുന്നു. ഇനി LRMC കർവിൻ്റെ ഷേപ്പാണ് അടുത്തത് പറയുന്നത്.
For the first unit of output, both LRMC and LRAC are the same. Then as output increases, LRAC initially falls and then after a certain point it rises. LRAC താഴ്ന്ന് വന്ന് പിന്നെ അത് ഇൻക്രീസ് ചെയ്യുന്നു. As long as average cost is falling, marginal cost must be less than the average cost. When the average cost is rising, marginal cost must be greater than the average cost. LRMC curve is therefore a U-shaped curve. It cuts LRAC curve from below at the minimum point of the LRAC. The figure shows the shape of the long run marginal cost and the long run average cost curve for a typical firm. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണിത്. ഇതാണ്, അതായത് LRAC താഴ്ന്ന് Q1 വരെ, പിന്നെ LRAC താഴ്ന്ന് വന്ന് Q1 ഔട്ട്പുട്ട് എത്തുന്നത് വരെ LRMC അതിൻ്റെ താഴെയായിരിക്കും. LRAC വർദ്ധിക്കാൻ തുടങ്ങുമ്പോൾ LRMC എന്ത് ചെയ്യും? അതിൻ്റെ മുകളിലേക്ക് പോകും. LRACയുടെ മിനിമം പോയിന്റിലൂടെയാണ് LRMC കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ നോട്ട്സ് ഉള്ളത്. നിങ്ങൾ ഈ നോട്ട്സ് വായിച്ച് നോക്കുക, സിമ്പിളാണ്. നമ്മൾ പിന്നെ മാർജിനൽ കോസ്റ്റ്, ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ്, ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് ഒക്കെ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ്. എന്തായാലും ഇതും കൂടി പഠിച്ചു വയ്ക്കുക. ഇതോടുകൂടി ഈ ചാപ്റ്റർ കഴിയുകയാണ്.